വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്മീനേസ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ഗ്രോത്ത് മാജിക് ആയിട്ടാണ്. മാജിക് എന്ന് പറഞ്ഞാൽ ശരിക്കും മാജിക് തന്നെയാവും. നമ്മൾ അത് യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മാജിക് സീക്രട്ട് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ നോക്കണ്ടേ? അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉലുവ എടുത്ത് കഴുകുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ രാവിലെ എടുത്ത് വെച്ചാട്ടോ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ അത് ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ ഒരു രാത്രി ഫുള്ളായിട്ട് ഈ ഉലുവ കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ട് അതിൻ്റെ സത്ത് തീർത്ത് അതിലിറങ്ങണം. എന്നിട്ട് രാവിലെ അരിച്ചെടുക്കുക. ഈ ഉലുവയും കഞ്ഞിവെള്ളവും ചേർത്തുള്ള ഹെയർ മസാജിങ്, നമ്മളിത് ഹെയർ മസാജ് ചെയ്യാനാണ് കേട്ടോ നിൽക്കുന്നത്. ഹെയർ മാസ്ക് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് കഞ്ഞിവെള്ളത്തിലെ ഉലുവ നല്ലപോലെ അരിച്ചെടുത്ത് ഇതാ ഇങ്ങനെ വെള്ളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെയുള്ള ഈ ഹെയർ മസാജിങ്, ഈ കഞ്ഞിവെള്ളം ഉലുവയും ഉപയോഗിച്ചിട്ടുള്ള ഈ ഹെയർ മസാജിങ് നമ്മുടെ ഹെയറിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടിയിട്ട് മുടി നല്ല തിക്കായി മാറാനും, പിന്നെ നമ്മുടെ മുടി നല്ല തിളക്കത്തിൽ നല്ല ഷൈനിങ് ആയിട്ട് നല്ല ഗ്ലോ ലുക്ക് കിട്ടാനും, അതോടൊപ്പം തന്നെ നമ്മുടെ ഡാൻഡ്രഫ് മാറാനും കൂടെ നല്ലൊരു റെമഡിയാണിത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഹെയറിനെ മസാജ് ചെയ്യുമ്പോൾ അവിടെ പിന്നെ എന്താ നടക്കുന്നത്? നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അങ്ങനെ ഇതെല്ലാം ഒറ്റ ജോഡി ഇടയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് അത്രയും ഗുണങ്ങളല്ലേ കിട്ടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് നമ്മുടെ ഈ ഉലുവയും കഞ്ഞിവെള്ളം ചേർത്തുള്ള ഹെയർ മസാജിങ് നമ്മുടെ ഹെയറിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ടെന്ന്. ഇത് ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇത് വേറെ ഒന്നുമില്ല, അതേപോലെ തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഇട്ടിട്ട് ഒരു രാത്രി ഫുള്ളായിട്ട് എന്താക്കുക, അത് കുതിർക്കാൻ വയ്ക്കുക. ശേഷം ആദ്യം ഉലുവ അരിച്ച് മാറ്റിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തിട്ട് നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ബാക്കി വരുന്ന കഞ്ഞിവെള്ളം കൂടെ ആ അരച്ച മിക്സിലേക്ക്, എന്താ വെച്ചാൽ തീർത്ത് ഒരുമിച്ച് കഞ്ഞിവെള്ളം ഉലുവയും കൂടെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ഉലുവ അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഉലുവ തന്നെ അരച്ചിട്ട് ആ അരച്ച മിക്സിലേക്ക് നമ്മുടെ ഈ കഞ്ഞിവെള്ളം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് മാസ്കായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിടാം കേട്ടോ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ഇത് രണ്ടിനും ഒരേ ഗുണങ്ങൾ തന്നെ. ഉലുവയും കഞ്ഞിവെള്ളം തന്നെയല്ല, അതിലൊരു മാറ്റവും വരുന്നില്ലല്ലോ. നമുക്കിതിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സുളും കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെന്താ, ഇതിപ്പോൾ ഹെയർ മാസ്ക് ആയാലും ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ വെള്ളം എടുത്ത് നമ്മുടെ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കലായാലും കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും വെച്ച് വയ്ക്കണം കേട്ടോ. മാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും വെച്ച് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു 5-10 മിനിറ്റെങ്കിലും വെച്ചേ പറ്റും മാസ്ക് ഒക്കെ ആണെങ്കിൽ. പിന്നെ അല്ലാണ്ട് നമ്മളത് ചെയ്യുന്നതുകൊണ്ട് കാര്യം ഉണ്ടാകില്ല. പിന്നെ ഇത് ഇങ്ങനെ വെള്ളമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് വെച്ചാൽ ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വരും. നമ്മുടെ ഹെയർ ഗ്ലോ കൂടും, അതുപോലെ തന്നെ ഹെയർ ലോസ് കുറഞ്ഞ് ഹെയർ ഗ്രോത്ത് നല്ല പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ഇങ്ങനെ വെള്ളമായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 5-10-15 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. സാധാ തണുത്ത വെള്ളം ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാം. എല്ലാത്തിനും പോലെ തന്നെ ഇതിനും ഉണ്ടാവുമല്ലോ ഓരോ സൈഡ് എഫക്റ്റ്. ഇത് വേറൊന്നുമല്ല, നമ്മളിതിങ്ങനെ കഞ്ഞിവെള്ളം ഉലുവയും രണ്ടും നല്ല തണുപ്പ് ആവുന്നതല്ലേ. അതുകൊണ്ട് നീർവീഴ്ച എന്ന് പറയല്ല, അതൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയൊക്കെ പെട്ടെന്ന് തണുപ്പ് അധികം പറ്റാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരൊന്ന് വേഗം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ സാധാരണ താളിയൊക്കെ യൂസ് ചെയ്യില്ലേ, താളി നല്ലോണം ആക്കിയിട്ട് നല്ലോണം മസാജ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് കളയില്ലേ, അതേപോലെ തന്നെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അവരധികം വെച്ച് നിൽക്കണ്ട. അങ്ങനെ പെട്ടെന്ന് നീർക്കെട്ട് ഒക്കെ വരും എന്നുള്ളവർ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് താളിയൊക്കെ ഉപയോഗിച്ച് ഇതാവും പോലെ നമുക്ക് കഴുകി കളയാം. പിന്നെ നമ്മുടെ ഈ ഉലുവയും കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഹെയർ മാസ്ക് ആയാലും അല്ല ഇങ്ങനെ വെള്ളം കൊണ്ട് മസാജ് ചെയ്യലായാലും നമ്മുടെ ഹെയറിൽ അതിന് മുമ്പ് നമ്മൾ നല്ലപോലെ നമ്മുടെ ഹെയറിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും നല്ലപോലെ ഓയിൽ വെച്ച് മസാജ് ചെയ്യണം. കാരണം ഉലുവ നമ്മുടെ ഹെയറിനെ ഡ്രൈ ആക്കുന്നൊരു സാധനം. അതുകൊണ്ട് നമ്മൾ ഈ ഓയിൽ മസാജ് ഒന്നും ചെയ്യാതെ ഇത് നേരിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹെയർ ഉണങ്ങിക്കഴിഞ്ഞ ശേഷം വല്ലാണ്ട് ഹാർഡായി പോകും. അങ്ങനെ നമ്മുടെ ഹെയർ ഹാർഡായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെയർ ബ്രേക്കേജ് ഉണ്ടാവും. അങ്ങനെ ഹെയർ ലോസും കൂടാനായിട്ട് പെട്ടെന്ന് കാരണമാവും. അതുകൊണ്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല
ഒരു റെമഡിയാണെന്ന് പറയാൻ കാരണം എന്നറിയോ? നമ്മുടെ ഉലുവയിൽ വിറ്റാമിൻ എ, അതുപോലെ തന്നെ കാൽസ്യം, പൊട്ടാസ്യം എന്ന് പറയുന്ന പോഷകങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഹെയറിലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് ഈ ഉലുവ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് വേറെ ദോഷഫലങ്ങളൊന്നും വരാനില്ല. മൊത്തത്തിൽ നമ്മുടെ ഹെയറിന് നല്ല നല്ല ഗുണങ്ങളെ കിട്ടാനുള്ളൂ. പിന്നെ ആകെ ശ്രദ്ധിക്കാനുള്ള ഈ നീർക്കെട്ട് വരുന്നവർ അധികം നേരം ഇട്ട് വയ്ക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, അത്ര തന്നെ. അപ്പോൾ എന്തായാലും നമുക്കിത് നമ്മുടെ ഹെയറിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ തലേ ദിവസം രാത്രി നല്ലപോലെ എണ്ണ വെച്ച് കിടന്നതാണ് കേട്ടോ, ഞാൻ അങ്ങനെ വെച്ച് കിടക്കൽ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. എങ്ങനെയായാലും നമ്മുടെ ഹെയറിൽ നല്ലോണം എണ്ണ നല്ലപോലെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും എത്തിയാൽ മതി, വേറൊന്നുമില്ല. അപ്പോൾ അതാ നല്ലപോലെ ആയിട്ടുണ്ട്. ഇതിട്ടിട്ട് ഷാമ്പൂ ഒന്നും ഇട്ട് കഴുകരുത് കേട്ടോ. താളി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ആക്കാം, ഞാൻ ഷാമ്പൂ ഒന്നും ചെയ്യരുത്. ആ ഷാമ്പൂവിൻ്റെ കാരണം നമുക്ക് എന്താവും, നമ്മുടെ ഹെയറിന് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഹെയറിലൊന്നും ഇട്ടിട്ട് ഞാൻ വരാം. അപ്പോൾ ആദ്യം ഞാൻ തല നല്ലപോലെ കുനിച്ച് പിടിച്ച് നല്ലപോലെ സ്കാൽപ്പിൽ പുറകിൽ നല്ലോണം ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ തല ഫ്രണ്ടിലാക്കുന്നത് കേട്ടോ. നല്ലോണം സ്കാൽപ്പിൽ നല്ലോണം പരമാവധി എത്താവുന്ന രീതിയിൽ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ സൈഡിലേക്ക് എത്തണം കേട്ടോ. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് എടുത്ത് ആ വെള്ളം നല്ലോണം എല്ലായിടത്തേക്കും എത്തണം. പിന്നെ ഒരു 5-10 മിനിറ്റോളം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്നതിലിരിക്കട്ടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് മുടി നല്ലപോലെ ഒന്ന് കെട്ടി വയ്ക്കുക കേട്ടോ. നമ്മളിതപ്പോൾ ഹെയറിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്തതായിട്ട് വരാം. അപ്പോൾ ഞാൻ പോയിട്ട് ഇതാ ഹെയർ നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം പോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും നമുക്ക് നല്ലതാണ്. എന്തായാലും ഇത് ആഴ്ചയിലൊരു 2-3 ദിവസമെങ്കിലും ഒരു 2-3 തവണയെങ്കിലും